ഈ വർഷത്തെ ലോഗോസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ലോഗോസ് ബൈബിൾ ക്വിസ് 2025 ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 35. 17-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഏതെല്ലാം? 3 ശീർഷകങ്ങളാണ് ഉള്ളത്. 1 ശിഷ്യർക്ക് ഉപദേശങ്ങൾ, 2 10 കുഷ്ഠരോഗികൾ, 3 മനുഷ്യപുത്രൻ്റെ ആഗമനം. എന്ത് അസാധ്യം എന്നാണ് 17-ന്റെ 1 കാണുന്നത്? ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. യേശു ഇങ്ങനെ പറഞ്ഞത് ആരോടാണ്? ശിഷ്യരോട്. ആർക്ക് ദുരിതം എന്നാണ് 17-ന്റെ 1 യേശു പറയുന്നത്? ആരുമൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന്. കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നത് ആർക്ക് എന്ത് നൽകുന്നതിനേക്കാൾ നല്ലതാണ് എന്നാണ് 17-ന്റെ 2 പറയുന്നത്? ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്നാണ് 17-ന്റെ 2 പറയുന്നത്? കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നത്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്ന് യേശു പറയുന്നത് ഏത് വാക്യത്തിലാണ്? 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ. എങ്ങനെ ഉള്ളവർ ആയിരിക്കുവിൻ എന്നാണ് 17-ന്റെ 3 പറയുന്നത്? ശ്രദ്ധയുള്ളവർ. അവനെ ശാസിക്കുക. ആരെ എന്തിന് ശാസിക്കുന്ന കാര്യമാണ് 17:3 പറയുന്നത്? നിന്റെ സഹോദരനെ ശാസിക്കുക, അവൻ തെറ്റ് ചെയ്താൽ. എങ്ങനെയെങ്കിൽ സഹോദരനോട് ക്ഷമിക്കുക എന്നാണ് 17:3 പറയുന്നത്? പശ്ചാത്തപിച്ചാൽ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ് 17:3 പറയുന്നത്? ശാസിക്കണം. നിന്റെ സഹോദരൻ പശ്ചാത്തപിച്ചാൽ എന്തു ചെയ്യണം എന്നാണ് 17:3 പറയുന്നത്? ക്ഷമിക്കുക. ദിവസത്തിൽ എത്ര പ്രാവശ്യം സഹോദരൻ പാപം ചെയ്യുകയും തിരിച്ചു വന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന കാര്യമാണ് 17-ന്റെ 4 പറയുന്നത്? 7 പ്രാവശ്യം. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ എന്ത് ചെയ്യണം? അവനോട് ക്ഷമിക്കണം. 17-ന്റെ 5 അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന എന്താണ്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. 17-ന്റെ 5 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞത് ആര്? അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ ഇങ്ങനെ പറഞ്ഞത് ആരോടാണ്? കർത്താവിനോട്. 17-ന്റെ 6 വിശ്വാസത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് കാണുന്നത് എന്ത്? കടുകുമണിയോളം. ഏത് വൃക്ഷത്തെക്കുറിച്ചാണ് 17-ന്റെ 6 പറയുന്നത്? സിക്കമിൻ വൃക്ഷത്തെക്കുറിച്ച്. സിക്കമിൻ വൃക്ഷത്തോട് എന്തു പറയുന്ന കാര്യമാണ് 17-ന്റെ 6 പറയുന്നത്? ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന്. അത് നിങ്ങളെ അനുസരിക്കും. ആര്? സിക്കമിൻ വൃക്ഷം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് 17-ന്റെ 6 പറയുന്നത്? ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. 17-ന്റെ 6 വിശ്വാസത്തെക്കുറിച്ച് പ്രബോധനം നൽകുന്നത് ആര്? കർത്താവ്. സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറയുന്നത് ഏത് വാക്യത്തിലാണ്? 17-ന്റെ 6. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് 17-ന്റെ 7 കാണുന്നത്? നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്
നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? ആരോട് പറയുന്ന കാര്യമാണ് പറയുന്നത്? ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുന്ന ഭൃത്യനോട്. ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുന്ന ഭൃത്യനോട് എന്ത് തയ്യാറാക്കുക എന്നാണ് നിങ്ങൾ പറയുക? എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുക. ആര് ഉഴുകയും ആടുമേയ്ക്കുകയും ചെയ്തിട്ട് വയലിൽ നിന്ന് വരുന്ന കാര്യമാണ് 17:7 കാണുന്നത്. ഒരു ഭൃത്യൻ. എപ്പോൾ വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക എന്നാണ് നിങ്ങൾ പറയുക? ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ. അതിനുശേഷം നിനക്ക് എന്തു ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുക? തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്ത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് 17:9 പറയുന്നത്. കൽപ്പിക്കപ്പെട്ടത്. 17:9 എഴുതുക. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം എന്തു പറയുവിൻ എന്നാണ് 17:10 പറയുന്നത്. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന്. എപ്പോഴാണ് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയേണ്ടത്? കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം. 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ പ്രബോധനം എന്താണ്? ശിഷ്യർക്ക് ഉപദേശങ്ങൾ. 17-ാം അധ്യായത്തിലെ 2-ാം ഹെഡിങ് എന്ത്? 10 കുഷ്ഠരോഗികൾ. എവിടേക്കുള്ള യാത്രയെക്കുറിച്ചാണ് 17:11 പറയുന്നത്? ജെറുസലേമിലേക്ക്. അവൻ എവിടെ കൂടി കടന്നുപോയ കാര്യമാണ് 17:11 പറയുന്നത്? സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ. ഏത് സ്ഥലത്തെ ഗ്രാമത്തിൽ വെച്ചാണ് അവൻ 10 കുഷ്ഠരോഗികളെ കണ്ടുമുട്ടിയത്? സമരിയായ്ക്കും ഗലീലിക്കും മധ്യേയുള്ള ഗ്രാമത്തിൽ വെച്ച്. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അവനെ കണ്ടത് ആര്? അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗികൾ എങ്ങനെയാണ് യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത്? സ്വരമുയർത്തി. കുഷ്ഠരോഗികൾ സ്വരമുയർത്തി അപേക്ഷിച്ചത് എന്ത്? യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന്. കുഷ്ഠരോഗികൾ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? യേശുവേ ഗുരു എന്ന്. 17:14 യേശു 10 കുഷ്ഠരോഗികളോട് പറഞ്ഞത് എന്ത്? പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുവാൻ കുഷ്ഠരോഗികൾ പോകും വഴി സംഭവിച്ചത് എന്ത്? പോകും വഴി അവർ സുഖം പ്രാപിച്ചു. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത് ആര്? 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ. അവരിൽ ഒരുവൻ എന്ത് കണ്ടിട്ടാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത്? താൻ രോഗവിമുക്തനായി എന്ന് കണ്ടിട്ട്. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നവൻ 17:16 എന്താണ് ചെയ്തത്? അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. 17:16 കാണുന്ന മനുഷ്യൻ ഏത് ദേശക്കാരൻ ആയിരുന്നു? സമരിയാക്കാരൻ. 17:17 എഴുതുക. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 17:18 തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ സമരിയാക്കാരനെ യേശു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? വിജാതീയൻ. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും എന്തു തോന്നിയില്ലേ എന്നാണ് 17:18 യേശു പറയുന്നത്. തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന്. അനന്തരം യേശു അവനോട് എന്താണ് പറഞ്ഞത്? എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 10 കുഷ്ഠരോഗികളെക്കുറിച്ചുള്ള വിവരണം എത്ര വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു? 9 വാക്യങ്ങളിലായി.
17-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ശീർഷകം എന്ത്? മനുഷ്യപുത്രൻ്റെ ആഗമനം. 17:20 ഫരിസേയർ എന്താണ് യേശുവിനോട് ചോദിച്ചത്? ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല ദൈവരാജ്യം വരുന്നത്. പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ലാതെ വരുന്നത് എന്താണ്? ദൈവരാജ്യം. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഫരിസേയർ. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തിനെക്കുറിച്ചാണ് 17:21 ഇങ്ങനെ പറയുന്നത്? ദൈവരാജ്യത്തെ കുറിച്ച്. ദൈവരാജ്യം ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയില്ലാത്തത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ആരോടാണ് ഇത് പറയുന്നത്? ശിഷ്യരോട്. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഏത് വാക്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്? 17-ാം അധ്യായം 22-ാം വാക്യം. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? എന്നാൽ നിങ്ങൾ കാണുകയില്ല. അവർ നിങ്ങളോട് എന്തു പറയും എന്നാണ് 17:23 കാണുന്നത്. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന്. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. എന്ത് പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രൻ. ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ. ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും മനുഷ്യപുത്രനും. ആരുടെ ദിവസത്തിൽ? മനുഷ്യപുത്രൻ്റെ ദിവസത്തിൽ. 17:25 മനുഷ്യപുത്രൻ ആദ്യമേ ചെയ്യേണ്ടിയിരിക്കുന്ന 2 കാര്യങ്ങൾ ഏതെല്ലാം ആണ്? 1. വളരെ കഷ്ടതകൾ സഹിക്കുക. 2. ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുക. മനുഷ്യപുത്രൻ ആരാൽ ആണ് ഉപേക്ഷിക്കപ്പെടേണ്ടത്? ഈ തലമുറയാൽ. സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും എന്ന് 17:26 പറയുന്നത് ആരുടെ ദിവസങ്ങളെക്കുറിച്ചാണ്? നോഹയുടെ ദിവസങ്ങളെക്കുറിച്ച്. അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നത് എന്നുവരെ ആണ്? നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ കഴിഞ്ഞിരുന്നത് എങ്ങനെ? തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തു. ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെയായിരുന്നു. ലോത്തിൻ്റെ നാളുകളിലെ എത്ര കാര്യങ്ങളാണ് 17:28 പറയുന്നത്? ഏതെല്ലാം? 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1. തിന്നുക. 2. കുടിക്കുക. 3. വാങ്ങുക. 4. വിൽക്കുക. 5. നടുക. 6. വീട് പണിയുക. സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത് ഏതു ദിവസം എന്നാണ് 17:29 പറയുന്നത്? ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് പെയ്തത് എന്തെല്ലാം ആണ്? തീയും ഗന്ധകവും. 17:30 എഴുതുക. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. 17:31 പറയുന്ന ആ ദിവസം ഏത്? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ എന്തു ചെയ്യരുത് എന്നാണ് 17:31 പറയുന്നത്? വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്.
വയലിൽ ആയിരിക്കുന്നവൻ എന്ത് ചെയ്യരുത്? പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ആരാണ് വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുതാത്തത്? പുരമുകളിൽ ആയിരിക്കുന്നവൻ. പിന്നിലുള്ളവയിലേക്ക് തിരിയരുതാത്തത് ആര് എന്നാണ് പറയുന്നത്? വയലിൽ ആയിരിക്കുന്നവൻ. 17-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം എഴുതുക. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. 17:33 അനുസരിച്ച് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആര്? തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. 17:33 അനുസരിച്ച് തൻ്റെ ജീവൻ നിലനിർത്തുന്നത് ആര്? തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും എന്ന് 17:34 പറയുന്നത് ആരെക്കുറിച്ചാണ്? അന്നു രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും, അതിൽ ഒരാളെക്കുറിച്ച്. 17:34 ഏത് വചനത്തോടെ ആരംഭിക്കുന്നു? ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. ആരെക്കുറിച്ചാണ് 17:35 ഇങ്ങനെ പറയുന്നത്? 2 സ്ത്രീകളെ കുറിച്ച്. എന്ത് ചെയ്യുന്ന 2 സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്? ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെക്കുറിച്ച്. 2 സ്ത്രീകളെക്കുറിച്ചുള്ള പ്രബോധനം കേട്ടപ്പോൾ ശിഷ്യർ ചോദിച്ചത് എന്ത്? കർത്താവേ, എവിടേക്ക്? കർത്താവെ, എവിടേക്ക് എന്ന് അവർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്ത്? ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. 17:35 ശിഷ്യന്മാർ യേശുവിനെ സംബോധന ചെയ്തത് എന്ത്? കർത്താവെ എന്ന്. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളിലായാണ് പ്രബോധനം നൽകുന്നത്? 20 മുതൽ 35 വരെയുള്ള 16 വാക്യങ്ങളിൽ. 17-ാം അധ്യായത്തിൽ കാണുന്ന ഏറ്റവും അവസാനത്തെ വചനം ഏത്? ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. 17:21 ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് കാണുന്നു. ഇത് എങ്ങനെ കൂടി വിവർത്തനം ചെയ്യാം എന്നാണ് ഫുട് നോട്ട്സിൽ കാണുന്നത്. നിങ്ങളിൽ തന്നെയുണ്ട് എന്നും. 17:36 ചില കയ്യെഴുത്ത് പ്രതികളിൽ എന്തു കാണുന്നു എന്നാണ് അടിക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 പുരുഷന്മാർ വയലിൽ ആയിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. എല്ലാവരും ചോദ്യോത്തരങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു.